Welcome to RK's Stories. ഏവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണാശംസകൾ. തിരുവോണം പ്രമാണിച്ച് നാളെ കഥയുണ്ടായിരിക്കുന്നതല്ല കേട്ടോ. ശനിയാഴ്ച മുതൽ സാധാരണ പോലെ കഥ തുടരുന്നതായിരിക്കും. താളം ഭാഗം 67. പാപ്പുവശന്റെ കടയിൽ പുതിയതായി തുടങ്ങിയ ബ്യൂട്ടി പാർലറിന്റെ ആദ്യത്തെ ബ്രൈഡൽ മേക്കപ്പ് ഓർഡർ യാമിയുടെ വകയായിരുന്നു. വെളുപ്പിന് 4 മണിക്ക് തന്നെ ബ്യൂട്ടി പാർലറിലെ പിള്ളേര് യാമിയുടെ വീട്ടിലേക്ക് എത്തി. തങ്ങളുടെ കരവിരുതുകൾ കല്യാണപ്പെണ്ണിന്റെ തലയിലും മുഖത്തും പരീക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ട് ചിറ്റ ഉൾപ്പെടെയുള്ള ബന്ധുക്കളായ സ്ത്രീകൾ താടിക്ക് കൈയും കൊടുത്ത് യാമിയെ അണിയിച്ചൊരുക്കുന്നത് നോക്കി നിന്നു. കൂട്ടത്തിൽ റോസിനും വൃശ്ചിക്കും കൂടി മേക്കപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നതിനാൽ ബ്യൂട്ടി പാർലറിലെ പെൺകുട്ടികൾ അതിനുള്ള ആളുകളെയും കൂട്ടിയാണ് എത്തിയത്. 7 മണിയോടെ മേക്കപ്പ് കഴിഞ്ഞപ്പോ കുങ്കുമച്ചോപ്പിന്റെ പട്ടിൽ ദേവയാമി മനോഹരിയായി തിളങ്ങി നിന്നു. കടും നീലയും കടും പച്ചയും കാഞ്ചീപുരം സാരികൾ ധരിച്ച് വൃശ്ചികയും റോസും അവൾക്കൊപ്പം സുന്ദരികളായി ഒരുങ്ങി നിന്നപ്പോ താടിക്ക് കൈയും കൊടുത്തു നിന്നവരുടെയൊക്കെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. കരയിൽ ഇനി വരുന്ന കല്യാണങ്ങളുടെയൊക്കെ ഓർഡറുകൾ തങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ള സന്തോഷം ബ്യൂട്ടി പാർലറിലെ പിള്ളേരുടെ മുഖത്തും തെളിഞ്ഞു. ദേവരുടെ അമ്പലത്തിൽ പോയെന്ന് തൊഴണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച യാമിയെ ശ്രീകാന്തും അരവിന്ദൻ കുഞ്ഞച്ചനും കൂടി കാറിൽ കൊണ്ടുപോയി തൊഴിയിച്ച് തിരികെ കൊണ്ടുവന്നപ്പോഴേക്കും സമയം 8:15 കഴിഞ്ഞിരുന്നു. വൃശ്ചികയും റോസും ഉൾപ്പെടെ ബാക്കിയുള്ളവരെല്ലാം ചൂടുള്ള ഉപ്പുമാവും പഴവും കഴിക്കുന്നത് യാമി കൊതിയോടെ നോക്കി നിന്നു. വിവാഹത്തിന്റെ അന്ന് കെട്ട് കഴിയാതെ പെണ്ണും ചെക്കനൊന്നും കഴിച്ചുകൂടത്ര. ഓരോരോ ആചാരങ്ങളെ അടുത്ത തലമുറയിലെ പെൺപിള്ളേർ ഇതൊക്കെ പൊളിച്ചെഴുതും. ഇല്ല, നിങ്ങൾ നോക്കിക്കോ. മുന്നിൽ വന്നു നിന്ന് ഉപ്പുമാവും വെട്ടി വിഴുങ്ങുന്ന വെല്ലിമ്മച്ചിമാരെ നോക്കി യാമി മനസ്സിലൊന്ന് പ്രാഗി. 9:45 കഴിഞ്ഞപ്പോഴാണ് തിരുവോത്തു നിന്നും പ്രവീണും വീട്ടുകാരും അവരുടെ ബന്ധുക്കളും യാമിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. വൃശ്ചിക ഒഴിച്ച് വാരിയിടത്തു നിന്നുമുള്ളവർ ചെറുക്കന്റെ വീട്ടുകാർക്കൊപ്പം എത്തിയപ്പോ കാശിയപ്പനും പാപ്പുവശാനും യാമിയുടെ വീട്ടുകാർക്കൊപ്പം കൂടി. സ്റ്റെല്ല കുഞ്ഞമ്മയും കുഞ്ഞാച്ചനും ജെസിയും അതിനു മുന്നേ തന്നെ യാമിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പുതുശ്ശേരിയിൽ നിന്ന് രഘുനന്ദനും ശിവനന്ദനും ഉണ്ടായിരുന്നു അവർക്കൊപ്പം. ശ്രീകാന്തും ഗോപികൃഷ്ണന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനും ചേർന്നാണ് പ്രവീണിന് ബൊക്കയും മാലയും നൽകി സ്വീകരിച്ചത്. ചെറുക്കന്റെ വീട്ടുകാരെ ആനയിച്ചിരുത്തിയ ഉടനെ ഗോപികൃഷ്ണനും ശ്രീകലയും ചേർന്ന് പറ നിറച്ചു. യാമിയെ ആനയിച്ചു കൊണ്ടുവരാനുള്ള താലം ശാന്തിക്കാരന്റെ കയ്യിൽ നിന്നും വാങ്ങിയത് അവരുടെ ചിറ്റയാണ്. അവരതുമായി വീട്ടിനകത്തേക്ക് കയറിയപ്പോ പ്രവീൺ കസേരയിൽ നിന്ന് ആകാംക്ഷയോടെ ഏന്തി വലിയാൻ തുടങ്ങി. താലവും പിടിച്ച് വീടിനകത്തു നിന്ന് ഇറങ്ങി വന്ന യാമിയെ കണ്ട് ശ്വാസം എടുക്കാൻ മറന്ന പ്രവീൺ വായും പൊളിച്ചിരുന്നു. തൊട്ടടുത്തിരിക്കുകയായിരുന്ന മീനി താലോടും മട്ടിൽ അവന്റെ പുറത്തുനിന്ന് തല്ലി. തിരിഞ്ഞ് അമ്മയെ നോക്കിയൊന്ന് ഇളിച്ച ശേഷം അവൻ ബലം പിടിച്ചിരുന്നു. എന്തൊക്കെ കണ്ടാലും ഈ പ്രവീൺ കുലുങ്ങില്ല മോനെ. അവൻ സ്വന്തം മനസ്സിന് ഇല്ലാത്ത ധൈര്യം കൊടുക്കാൻ ശ്രമിച്ചു. പന്തലിരിക്കുകയായിരുന്നവരുടെയൊക്കെ ശ്രദ്ധ യാമിയിലും അവൾക്ക് പിന്നാലെ ഇറങ്ങി വന്ന റോസിലും വൃശ്ചികയിലും തങ്ങി നിന്നു. സ്വതവേ സുന്ദരികളായ 3 പേരും ബ്യൂട്ടി പാർലറിലെ മേക്കപ്പ് കൂടി ആയപ്പോ കണ്ടുനിന്നവരുടെ മനം കവർന്നു. വയറും താങ്ങിയിരുന്ന ശ്രീമോൾ തൊട്ടടുത്തിരുന്ന പ്രദീപിനൊന്ന് തോണ്ടി. അടുത്ത കല്യാണങ്ങൾക്ക് എനിക്കും വേണം മേക്കപ്പ്. അവളുടെ ആവശ്യത്തിന് തല കുലുക്കിക്കൊണ്ട് പ്രദീപ് ചിരിച്ചു. മണ്ഡപത്തിലേക്ക് കയറിയ യാമി താലവും പിടിച്ചുകൊണ്ട് വലം വെക്കുമ്പോ വൃശ്ചികയുടെ കണ്ണുകൾ രഘുനന്ദനെ തേടുകയായിരുന്നു. പുറകിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ വൃശ്ചികയുടെ സാരിക്ക് ചേരും വിധം കടുനീല നിറമുള്ള ഷർട്ടും അതിനൊത്ത കരയുള്ള മുണ്ടും ധരിച്ച് രഘുവിനെ കണ്ടെത്തിയ ആ കണ്ണുകൾ ഒന്ന് വിടർന്നു. അകലെ നിന്നും കൈ ഉയർത്തി സൂപ്പർ ആയിട്ടുണ്ടെന്നവൻ ആഗ്യം കാട്ടിയതും ആ മുഖവും വിടർന്നു തൊടുത്തു. തൊട്ടടുത്ത് തന്നെ സേതുവും നിൽപ്പുണ്ട്. വൃശ്ചികയുടെ നോട്ടം അങ്ങോട്ടേക്കായി. റോസ് ഉടുക്കുന്ന പച്ച കാഞ്ചീപുരം സാരിയാണെന്ന് അറിയാമായിരുന്നുകൊണ്ട് തന്നെ തലേ ദിവസം അവൾ ആ പച്ച കളർ ഷർട്ടും അതിന്റെ കരയുള്ള മുണ്ടും സേതുവിനെ കൊണ്ട് എടുപ്പിച്ചു വെച്ചിട്ടാണ് പോന്നത്. ഭാഗ്യത്തിന് അത് തന്നെ ആൾ ഇട്ടിട്ടുമുണ്ട്. അവൾ തൊട്ടടുത്ത് നിൽക്കുന്ന റോസിനെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു. വലം വെച്ച ശേഷം താലം ശാന്തി ഏൽപ്പിച്ചിട്ട് സദസ്സിനെ നോക്കി തൊഴുന്ന യാമിയിലാണ് അവളുടെ കണ്ണുകൾ. ഈശ്വര, സേതുവേട്ടനെയും റോസക്കൊച്ചിനെയും കൂടി ഒന്ന് അടുപ്പിച്ചേക്കണേ. അവൾ ആ മണ്ഡപത്തിന്റെ മുന്നിൽ നിന്നും മനമുരുകി പ്രാർത്ഥിച്ചു. 10:15-നും 11-നും മധ്യയായിരുന്നു മുഹൂർത്തം. പ്രവീണിനെയും കാർത്തികേയനെയും മിനിയെയും ശാന്തി മണ്ഡപത്തിലേക്ക് വിളിപ്പിച്ചപ്പോ ഗോപികൃഷ്ണനും ശ്രീകാന്തും കൂടി അവരെ അങ്ങോട്ടേക്ക് നയിച്ചു. പ്രദീപും ശ്രീമോളും അവരെ അനുഗമിച്ചു. പിന്നീടുള്ള ചടങ്ങുകളെല്ലാം വേഗത്തിൽ തന്നെ നടന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ശാന്തി എടുത്തു കൊടുത്ത താലി പ്രവീൺ കഴുത്തിൽ കെട്ടുമ്പോൾ യാമി കണ്ണുകൾ അടച്ചു നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇരുവരും പരസ്പരം പൂമാലകളും അണിയിച്ചു. ശ്രീമോൾ യാമിയുടെ നെറ്റിച്ചൂട്ടി ഉയർത്തി കൊടുത്തപ്പോ അമ്മ നീട്ടിയ കുങ്കുമച്ചപ്പിൽ നിന്നും കുങ്കുമം എടുത്ത് പ്രവീൺ യാമിയുടെ സീമന്തരേഖ ചുവപ്പിച്ചു.
അതും കഴിഞ്ഞ് നെഞ്ചും വിരിച്ചുള്ള അവന്റെ ആ നിൽപ്പ് കണ്ട അർജുൻ ബിജുവിനോട് എന്തോ പറഞ്ഞ് അടക്കി ചിരിച്ചു. കെട്ട് കഴിഞ്ഞതും പന്തലിലെ കസേരകളെല്ലാം മാറ്റി സത്യയ്ക്ക് വേണ്ടിയുള്ള മേശകൾ ഇടാൻ തുടങ്ങി. ഫോട്ടോഗ്രാഫർമാർ യാമിയെയും പ്രവീണിനെയും വിളിച്ചുകൊണ്ട് പാടവരമ്പത്തേക്ക് നടന്നപ്പോ വൃശ്ചികയും ജിസിയും കൂട്ടത്തിൽ രഘുനന്ദനും ശിവനന്ദനും അവരോടൊപ്പം കൂടി. സദ്യയ്ക്ക് വേണ്ടി മേശകൾ പിടിച്ചിടുന്ന സേതുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് റോസും അവർക്ക് പിന്നാലെ നടന്നു. പാടവരമ്പത്ത് ഇരുന്നും തെങ്ങിൽ ചാരി നിർത്തിയും ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങിയതോടെ സംഗതി ആകപ്പാടെ പ്രശ്നമായി. നാട്ടിൽ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത പോസുകളായിരുന്നു ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. വരമ്പത്തിരിക്കുന്ന യാമിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പ്രവീൺ, കൈ മുകളിലേക്ക് ഉയർത്തിവെച്ച് തെങ്ങിൽ ചാരി നിൽക്കുന്ന യാമിയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിൽക്കുന്ന പ്രവീൺ, യാമിയെ വട്ടം എടുത്തുയർത്തി നിൽക്കുന്ന പ്രവീൺ, അങ്ങനെ പല പല പോസ്റ്റുകളിലായിട്ട് ഫോട്ടോ എടുപ്പങ്ങ് മുന്നേറി. എടി ഇത് അങ്ങേര് കാശ് കൂടുതൽ കൊടുത്തിട്ടേ ഇത്തരം പോസുകളൊക്കെ മനഃപൂർവ്വം എടുപ്പിക്കുന്നതാണോന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. തൊട്ടടുത്ത് നിന്നും റോസ് പിറുപിറുത്തത് കേട്ട് വൃശ്ചിക വാ പൊത്തി ചിരി അടക്കി. പാപം യാമി, നീ ഇന്നലെ പറഞ്ഞതനുസരിച്ച് നിന്ന് കൊടുക്കുകയാണെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. കണ്ടു പഠിച്ചു. അടുത്തതിന്റെ പിന്നത്തെ ആഴ്ച ഇതുപോലെയൊക്കെ ഫോട്ടോ എടുക്കാനുള്ളതാ. അതിനപ്പുറം നിന്നിരുന്ന രഘു പറഞ്ഞത് കേട്ട് വൃശ്ചിക അവനെ മുഖം ചൊളിച്ചൊന്ന് നോക്കി. അയ്യടാ, ഇങ്ങ് വന്നോണ്ടാ മതി, എനിക്കെങ്ങും വയ്യ ഇതുപോലെ ആൾക്കാരുടെ മുന്നിൽ കാണിക്കാൻ. എടി പെണ്ണെ, ഇപ്പോഴത്തെ കല്യാണങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇങ്ങനെയാ. പിന്നെ ഒന്ന് പോയേ, ഞാനെങ്ങും കണ്ടിട്ടില്ല ഇതിനു മുന്നേ ഇങ്ങനെ ഒരു ഫോട്ടോ എടുപ്പ്. ഇല്ലേടി റോസമ്മോ? പക്ഷെ നീ താണ്ടെ അങ്ങോട്ട് നോക്കിക്കേ, ആ ജെസ്സിയും ശിവേട്ടനും ഇതിനപ്പുറം കവച്ചു വെക്കുമെന്നാ തോന്നുന്നേ. കുറച്ചപ്പുറം മാറി ചക്കിൽ കെട്ടിയ കാളയെ പോലെ ജെസ്സിക്ക് പിന്നാലെ തെങ്ങിന് ചുറ്റും നടന്ന് പ്രണയിക്കുന്ന ശിവനിലായിരുന്നു അവളുടെ ശ്രദ്ധ. ഇനി നമുക്ക് പെണ്ണിന്റെ കവിളില് ചുണ്ടുകൾ അമർത്തി നിൽക്കുന്ന ചെറുക്കന്റെ ഒരു ഫോട്ടോ എടുക്കാം. അതൊരു വെറൈറ്റി ആയിരിക്കും. ഫോട്ടോഗ്രാഫർ വിളിച്ചു പറഞ്ഞ അടുത്ത പോസ്റ്റിന്റെ വിവരണം കേട്ട് റോസും വൃശ്ചികയും കണ്ണും തള്ളി പരസ്പരം നോക്കി. ഇതെന്തോന്നാടി ഇത്? ഏപ്പടോ? വൃശ്ചികയുടെ ചോദ്യം കേട്ടില്ലെന്ന മട്ടിൽ റോസ് പ്രതീക്ഷയോടെ മുന്നിലേക്ക് നോക്കി നിന്നു. അയ്യേ, അത് വേണ്ട. യാമി നാണത്തോടെ തലകുനിച്ചപ്പോ പ്രവീൺ ഫോട്ടോഗ്രാഫറെ നോക്കി കണ്ണൊന്ന് അടച്ചു കെട്ടി. ആ ഓക്കെ, എന്നാ അത് വേണ്ട. പകരം നമുക്കേ ചെറുക്കനും പെണ്ണും കവളുകൾ ചേർത്ത് വെച്ച് ക്യാമറയെ നോക്കി ഒന്ന് ചിരിച്ചോണ്ടങ്ങ് നിന്നാ മതി. അത് കുഴപ്പമില്ലല്ലോ? പ്രവീൺ ചോദിച്ചപ്പോ യാമി വല്ലായ്മയോടെ അവനെ തിരിച്ചൊന്ന് നോക്കി. എടാ അതും വേണ്ട, കട്ട് ചെയ്തേക്ക്. പ്രവീൺ വിളിച്ചു പറഞ്ഞത് കേട്ട് ഫോട്ടോഗ്രാഫർ തല കുലുക്കി. അതെ, കഴിഞ്ഞെങ്കിലേ ഞങ്ങളുടെ 2-3 ഫോട്ടോസ് കൂടെ എടുക്കാനുണ്ട്. അങ്ങേ വശത്തു നിന്നും ശിവൻ വിളിച്ചു പറഞ്ഞത് കേട്ടതും വൃശ്ചിക രഘുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് വലിച്ചു. 3 ജോഡികളും ചേർന്ന് ഫോട്ടോസ് എടുത്തുകൂട്ടുന്നതും കണ്ടുകൊണ്ട് റോസ് തെങ്ങിൽ ചാരി നിൽക്കുമ്പോൾ സേതു പന്തലിൽ സദ്യ വിളമ്പുന്ന തിരക്കിലായിരുന്നു. രാത്രി ചിറ്റ നൽകിയ പാലിന്റെ ഗ്ലാസും വാങ്ങി മുറിയിലേക്ക് കയറുമ്പോൾ യാമിയെ അടിമുടി വിറക്കുന്നുണ്ടായിരുന്നു. കാലത്ത് ഫോട്ടോ എടുത്തപ്പോ പ്രവീൺ കാണിച്ച സ്വാതന്ത്ര്യവും തലേ ദിവസത്തെ റോസിന്റെ ഉപദേശവും അവളുടെ മനസ്സിൽ കിടന്ന് വടംവലി കൂട്ടി. മനോനിയന്ത്രണത്തിന് വേണ്ടി കണ്ണുകളടച്ച് ബ്രഹ്മചാരിയായ ആഞ്ജനേയസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കട്ടിലിരിക്കുകയെന്ന പ്രവീൺ വാതിലടക്കുന്ന ശബ്ദം കേട്ടാണ് കണ്ണുകൾ തുറന്നത്. വീതിയേറിയ കസവിന്റെ കരയുള്ള സെറ്റുമുണ്ടും ഉടുത്ത് പനങ്കുല പോലത്തെ മുടി നിറയെ മുല്ലപ്പൂവും ചൂടി കയ്യിൽ പാലിന്റെ ഗ്ലാസുമായി ശങ്കിച്ചു നിൽക്കുന്ന യാമിയെ കണ്ട് പടി ഇറങ്ങിപ്പോയ ഹനുമാൻ സ്വാമിയെ തിരിച്ചു വിളിക്കാൻ മറന്ന പ്രവീൺ കട്ടിലിരുന്ന് വെള്ളമിറക്കി. മുന്നിൽ വന്ന് നിന്നിട്ട് മനങ്ങാതെ തുറച്ചു നോക്കിയിരിക്കുന്ന പ്രവീണിനെ കണ്ടപ്പോ യാമിക്ക് പേടിയായി. കാലത്ത് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കവിളത്ത് ഉമ്മ വെക്കുന്ന കാര്യം വന്നപ്പോ അതിന് തടസ്സം പറഞ്ഞതിന്റെ ദേഷ്യമാണോ അതോ റോസു പറഞ്ഞതുപോലെ ചാടി വീഴാൻ തയ്യാറെടുത്തിരിക്കുകയാണോ എന്നറിയാതെ അവളൊന്ന് കുഴങ്ങി. എന്നാൽ ആ സമയം എവിടെ നിന്നും തുടങ്ങണമെന്നുള്ള ചിന്താക്കുഴപ്പത്തിലായിരുന്നു നമ്മുടെ പ്രവീൺ. വീട്ടുകാർക്ക് തന്നെ കുറിച്ച് തെറ്റില്ലാത്തൊരു മതിപ്പുണ്ടെങ്കിലും താനൊരു ആക്രാന്തം പിടിച്ചവനാണെന്നുള്ള ധാരണ തുടക്കത്തില് തന്നെ യാമിക്ക് ഉണ്ടാവാതിരിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അവൻ. ഹനുമാൻ സ്വാമി ഇറങ്ങിപ്പോയ മനസ്സിലേക്ക് കയറി വരാൻ ശ്രമിച്ച ബാലകേ നായരെ ചവിട്ടി പുറത്താക്കിയിട്ട് സാധുവായൊരു നായകന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ കട്ടിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. പേടിച്ചു നിന്നിരുന്ന യാമി ഒരു ചുവട് പിന്നോട്ട് വെച്ചു. എന്തേ? തന്റെ നീക്കത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന സംശയത്തോടെ അവൻ ചോദിച്ചു. മുഖം കുനിച്ചുകൊണ്ട് തലകുലുക്കിയിട്ട് അവൾ കയ്യിലിരുന്ന പാലിന്റെ ഗ്ലാസ് മുന്നിലേക്ക് നീട്ടി. പാല്? ഓ യെസ്, അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ അല്ലേ? സ്വരത്തിൽ പരമാവധി ഗാംഭീര്യം വരുത്തിക്കൊണ്ടായിരുന്നു അവന്റെ ചോദ്യം. അതോടൊപ്പം അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ഒരു കവിൾ കുടിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ തെളിഞ്ഞു നിന്നിരുന്ന ട്യൂബിന് നേരെ പാൽ ഗ്ലാസ് ഉയർത്തി ഒരു കണ്ണടച്ച് അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ, പാലിൽ എന്തെങ്കിലും ഉണ്ടോ?
പാലിലെന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്നതായിരുന്നു യാമിയുടെ പരിഭ്രമം. ഏയ് അളവൊന്ന് നോക്കിയതാ, രണ്ടുപേരും പകുതിയല്ലേ കുടിക്കേണ്ടത്. കാര്യം അവൻ വിശദീകരിച്ചപ്പോ യാമിക്ക് ചിരി വന്നെങ്കിലും അവനത് കളിയാക്കിയതായി തോന്നുമെന്ന സന്ദേഹത്താൽ അവൾ ആ ചിരി കടിച്ചൊതുക്കി. അല്പം കൂടി കുടിച്ച് അളവ് കൃത്യമാക്കിയിട്ട് അവൻ ആ ഗ്ലാസ് അവളെ തിരികെ ഏൽപ്പിച്ചു. ഈ അളവ് കൃത്യമായിരിക്കണേ, അതാണേ. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയതിന്റെ കാരണവും അവൻ അതോടൊപ്പം ബോധിപ്പിച്ചു. ചെറുതൊഴിക്കുമ്പോൾ അളവ് നോക്കുന്ന ശീലം അറിയാതെ വെളിയിൽ ചാടിയതാണെന്ന സത്യം സൗകര്യപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി ചിറി തുടച്ചു. ബാക്കി ഉണ്ടായിരുന്ന പാല് കുടിച്ചിട്ട് ആ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെക്കാനായി അവൾ തിരിയുമ്പോഴേക്കും അവളെ സഹായിക്കാൻ അവനും മുന്നോട്ടൊന്ന് ആഞ്ഞു കഴിഞ്ഞിരുന്നു. ഇങ്ങിതാ, ഞാൻ വെക്കാം. ഗ്ലാസ് വാങ്ങാൻ വേണ്ടിയുള്ള ആയൽ അല്പമൊന്നങ്ങ് കൂടിപ്പോയി. അവന്റെ ശരീരം തന്റെ ശരീരത്തിൽ വന്ന് ഉരഞ്ഞതിന്റെ പരിഭ്രമത്തിൽ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട ഗ്ലാസ് താഴെ വീണ് ചിതറി. പ്രവീൺ നാക്ക് കടിച്ചുകൊണ്ട് തലയിൽ കൈവച്ചു. യാമി പരിഭ്രമത്തോടെ തിരിഞ്ഞ് അടഞ്ഞു കിടന്നിരുന്ന വാതിലിന് നേർക്കൊന്ന് നോക്കി. അല്പനേരത്തെ നിശബ്ദത. എന്ത് പറ്റി മോളെ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ വാതിനപ്പുറം നിന്നും വനചിറ്റയുടെ ചോദ്യം കേട്ട യാമി കുറ്റപ്പെടുത്തും പോലെ തിരിഞ്ഞ് പ്രവീണിനെ ഒന്ന് നോക്കി. ഓ, ഒന്നുമില്ല ചിറ്റേ, എന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണതാ, പ്രവീൺ വിളിച്ചു പറഞ്ഞു. എന്നാ നിങ്ങൾ ഈ വാതിലങ്ങ് തുറന്നേ, ആ ചില്ലൊക്കെ ഞാൻ അടിച്ചു കളയാം. ഓ വേണ്ട ചിറ്റേ, ഇത് ഞാൻ പെറുക്കി എടുത്തോളാന്നേ. നീ ഇങ്ങ് പോരു വനജെ, അത് അവര് തന്നെ എന്താന്ന് വെച്ചാ ചെയ്തോളൂ. വാതിലിനപ്പുറത്തു നിന്നും അമ്മ പറയുന്നത് കേട്ട യാമി ചില്ലുകൾ പെറുക്കാനായി താഴേക്ക് കുനിഞ്ഞു. ഏയ് ദേവുട്ടി വേണ്ട, കാലിലെങ്ങനെ ചില്ല് ഉണ്ടാലുണ്ടല്ലോ. പറയലും ഇരു കൈകളിലും അവളെ കോരിയെടുക്കലും ഒരുമിച്ച് കഴിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുന്നേ പ്രവീൺ അവളെ എടുത്തു പൊക്കി കട്ടിലേക്ക് ഇരുത്തി കഴിഞ്ഞിരുന്നു. മറുത്തെന്തെങ്കിലും പറയാനുള്ള അവസരം അവൾക്ക് നൽകാതെ തന്നെ അവൻ നിലത്ത് ചിതറിക്കിടന്നിരുന്ന ഗ്ലാസിന്റെ കഷ്ണങ്ങൾ മുഴുവനും പെറുക്കിയെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. അവൻ ചെയ്യുന്നതും നോക്കി ഇരിക്കുകയായിരുന്നു യാമി. ഇനിയിപ്പോ നാളെ കാലത്ത് നമുക്ക് എടുത്തു കളഞ്ഞേക്കാം. ഗ്ലാസിന്റെ അവസാനത്തെ പൊട്ടിയ കഷ്ണവും എടുത്തു വെച്ചിട്ട് അവൻ പറഞ്ഞു. അതിനുശേഷം അവൻ വന്ന് തൊട്ടടുത്തേക്ക് ഇരുന്നപ്പോ അവളൊന്ന് ഒതുങ്ങാൻ ശ്രമിച്ചു. കയ്യിലെ വളകൾ അന്നേരം കിന്നാരം പറഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കി. കൈ നിറഞ്ഞു കിടന്നിരുന്ന വളകളിലേക്കും കഴുത്തിൽ കിടന്ന മാലകളിലേക്കും അവന്റെ നോട്ടം പോയി. ഇത് മുഴുവനും ഇട്ടുകൊണ്ടാണ് കൊച്ചിന്ന് കിടന്ന് ഉറങ്ങാൻ പോകുന്നേ. ശബ്ദം കേട്ട് അയൽപക്കത്തുള്ള ആളുകൾ വരെ എഴുന്നേറ്റ് വരും കേട്ട. ശബ്ദം കേൾക്കുന്നത് എങ്ങനെയെന്ന് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ പറഞ്ഞതനുസരിച്ച് വളകൾ ഊരാൻ ശ്രമിക്കുമ്പോ നാവ് അതിന്റെ തനിക്കുണം കാണിച്ചതിന്റെ ചളിപ്പോടെ തലയ്ക്ക് കൈവെക്കുകയായിരുന്നു നമ്മുടെ പ്രവീൺ. ചിറ്റയാ പറഞ്ഞത് മുറിയിലേക്ക് വരുമ്പോ ഇതൊക്കെ ഇടണമെന്ന്. ആ ഇതെല്ലാം കൂടി കിടന്ന് കുലുങ്ങുമ്പോഴേ ഇത്രയൊക്കെ വെച്ചുകൊണ്ടാവുന്ന ചിറ്റ ചിലപ്പോ ഓർത്ത് കാണില്ല. അതിനെന്താ ഇപ്പോ ശബ്ദം കേട്ടാല്? പറഞ്ഞതിനൊപ്പം അവൾ കയ്യിൽ അവശേഷിച്ച വളകളൊന്ന് കുലുക്കി. സ്വർണ്ണ വളകൾ തമ്മിൽ ഉരയുന്ന ശബ്ദം വീണ്ടും ഉയർന്നു. ഏയ് വേണ്ട, അവൻ അവളുടെ കൈകളിൽ കയറി പിടിച്ചു. നമ്മൾ ഇച്ചിരി ഡീസന്റ് ആണെന്നേ ആൾക്കാർ കരുതിക്കോട്ടെന്നേ. അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അവന്റെ പിടിയിൽ നിന്നും കൈവലിക്കാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു. അവളുടെ കൈകളുടെ മാർദ്ദവം അറിഞ്ഞ അവന്റെ കൈകൾ അവശേഷിച്ച വളകൾ ഊരി മാറ്റി. കൈകൾ നേരെ പിടിച്ചു വെച്ച് ആ കൈരേഖകളിലൂടെ അവൻ വിരലോടിച്ചപ്പോ അവളുടെ ദേഹം കുളിർന്നു. ഒരു നേരിയ മൂളിലൂടെ അവൾ കൈവലിക്കാൻ ശ്രമിച്ചപ്പോ അവൻ ആ കൈകൾ വിട്ടുകൊടുത്തു. മാലകളൊക്കെ ഊരണ്ടേ? തന്റെ ശബ്ദത്തിന് നേരിയ വിറയലുണ്ടോ എന്നൊരു സംശയം അവന് തന്നെ തോന്നി. യാമി തലകുനിച്ചിരുന്നൊന്ന് മൂളി. തിരി ഇങ്ങ് തിരിഞ്ഞ് ഇരിക്കാൻ പറഞ്ഞതിനൊപ്പം തോളിൽ പിടിച്ച് അവൻ അവളെ തിരിച്ചിരുത്തി. വാസന സോപ്പിന്റെയും മുല്ലപ്പൂവിന്റെയും ഇടകലർന്ന മണം മൂക്കിലേക്ക് കയറിയപ്പോ മാറി നിന്നിരുന്ന ബാലങ്കേ നായർ വീണ്ടും ഷൂ ഷൂ എന്ന ശബ്ദമുണ്ടാക്കി അവന്റെ ശ്രദ്ധ ക്ഷണിക്കാനൊന്ന് ശ്രമിച്ചു. ആ വിളി ശ്രദ്ധിക്കാതെ മനസ്സിന് ബലം കൊടുത്തുകൊണ്ട് അവൻ അവളുടെ ഇടതൂർന്ന മുടി ഒരു വശത്തേക്ക് മാടി ഒതുക്കി. ബ്ലൗസിന് വെളിയിൽ നഗ്നമായ മുതുകിലെ തുടുപ്പിൽ അമർന്നു കിടക്കുന്ന സ്വർണമാലകൾ. അലുവയിലേക്ക് നോക്കും പോലെ അവൻ നോക്കിയിരുന്ന് വെള്ളമിറക്കി. വേണ്ടായിരുന്നു മോനെ, മനസ്സ് പരിതപിച്ചു. മാലകൾ ഇട്ടുകൊണ്ട് തന്നെ അവളങ്ങ് കിടന്നേനെ. ഇതിപ്പോ മിക്കവാറും അർജുനും ബിജുവും പറഞ്ഞതുപോലെ ആകാൻ ആ സാധ്യത. എന്റെ ആക്രാന്ത ഭഗവാനെ കാത്തോളണേ. അവൻ കണ്ണൊന്നടച്ച് മനസ്സിനെ കല്ലാക്കാൻ ശ്രമിച്ചു. അഴിക്ക്. യാമിയുടെ ശബ്ദത്തിനും അന്നേരം നേരിയൊരു വിറയലുണ്ടായിരുന്നു. പ്രവീൺ കണ്ണുകൾ തുറന്നു നോക്കി. അഴിക്കുന്നില്ലേ? പ്രലോഭിപ്പിക്കുന്ന ചോദ്യം വീണ്ടും. ഏതഴിക്കണമെന്ന ചെറിയൊരു ആശയക്കുഴപ്പത്തോടെ അവൻ അവളുടെ ബ്ലൗസിലേക്കും മാലകളിലേക്കും മാറി മാറി നോക്കി. ഒടുവിൽ മനസ്സിനെ പണിപ്പെട്ടടക്കിക്കൊണ്ട് അവൻ മാലയിൽ തന്നെ കൈവച്ചു.
പരുക്കൻ വിരലുകൾ പിൻകഴുത്തിൽ പതിഞ്ഞപ്പോ ഇക്കിളിയാൽ അവളൊന്ന് ഇളകി. തുടുത്ത മുതുകിലെ നനുത്ത രോമരാജികൾ മെല്ലെ ഉണരുന്നത് കണ്ടപ്പോ അവന്റെ വിരലുകളും വിറച്ചു. ലക്ഷ്യം മറന്നുപോയ വിരലുകൾ അനാവൃതമായ മുതുകിലിഴഞ്ഞു. ആ തുടുപ്പിനെ ആസ്വദിക്കാനുള്ള കൊതിയോടെ അവന്റെ മുഖം അവളുടെ പിൻകഴുത്തിലേക്ക് അടുത്തു. മീശരോമങ്ങൾ പിൻകഴുത്തിലുരഞ്ഞ ഇക്കിളിയാൽ പിടഞ്ഞ യാമി മുഖം വെട്ടിച്ചു. മാടി ഒതുക്കി വെച്ചിരുന്ന വാർമുടിക്കെട്ട് തിരികെ പടർന്ന് അവന്റെ മുഖം അതിനുള്ളിൽ മുങ്ങിപ്പോയി. മുല്ലപ്പൂവിന്റെ മാദകഗന്ധം അവനെ പൊതിഞ്ഞു. അതോടൊപ്പം അവളുടെ ത്രസിപ്പിക്കുന്ന മണവും. ഓ, ആക്രാന്തമെങ്കിൽ ആക്രാന്തം. ഓടെ പുല്ലുകളെ. അർജുനെയും ബിജുവിനെയും മനസ്സിൽ സ്മരിച്ച് അവരുടെ ഉപദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. ചുണ്ടുകളുടെ നനവും ചൂടും പിൻകഴുത്തിൽ ഇഴയുന്നതറിഞ്ഞ യാമി ബലം നഷ്ടപ്പെട്ടതുപോലെ പിന്നിലേക്ക് വീണുപോയി. തന്നിലേക്ക് ചാരി അവളെ അവന്റെ കൈകൾ വലയം ചെയ്തു. വയറിന്റെ മടക്കുകളിൽ അലഞ്ഞ കൈകളുടെ കുസൃതിയിൽ പിടഞ്ഞുപോയ യാമി അങ്ങനെയെ തിരിഞ്ഞ് അവന്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. കണ്ണുകൾ അടച്ച് അവന്റെ മാറിൽ കിടന്ന് ശ്വാസം കിട്ടാത്തതുപോലെ അവൾ കിതച്ചുകൊണ്ടിരുന്നു. തരളിതമായ ഹൃദയത്തോടെ അവൻ ആ പിടയ്ക്കുന്ന കൺപോളകളിൽ ഉമ്മവെച്ചു. ഒരു പ്രാവിനെ പോലെ കുറുകിക്കൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരച്ചു. നിറഞ്ഞു തുളുമ്പിയ പ്രണയത്തോടെ അവളുടെ തുടുത്ത കവിളിൽ അവൻ പല്ലുകൾ കൊണ്ട് വേദനിപ്പിക്കാതെ ഒന്ന് കോറി. സ്വയമറിയാതെ അവളുടെ കൈകളും അവനെ പുണർന്നു. മുടിയിഴകളെ താലോലിക്കുന്നതിനൊപ്പം അവൻ അവളുടെ മുഖം ഉമ്മകളാൽ ഓമനിച്ചുകൊണ്ടിരുന്നു. കാമനയ്ക്ക് മുകളിൽ പ്രണയം ജയിച്ചപ്പോ സ്വയം അവൾ ഒരുങ്ങും വരെ കാത്തിരിക്കാൻ അവൻ സ്വന്തം മനസ്സിനെ ശാസിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും അവന്റെ കരവലിൽ ആളനകളിൽ ഉലഞ്ഞ് വിടരാൻ കൊതിക്കുന്നൊരു മുല്ലവള്ളിയായി മാറിക്കഴിഞ്ഞിരുന്നു അവൾ. മുഖമുയർത്തി മയങ്ങിയ കണ്ണുകൾ പാതി തുറന്ന് അവൾ അവനെ നോക്കി. ഒരു പനിനീർ പുഷ്പം പോലെ പാതി വിടർന്ന അവളുടെ തൊടുത്ത ചുണ്ടുകൾ അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ വിറപൂണ്ടു നിന്നു. അതിൽ പതിഞ്ഞ ഉമിനീര് തേൻ പോലെ തിളങ്ങി. എവിടെ സമ്മതിക്കൂല. കെട്ടുപൊട്ടിച്ച് അവന്റെ മനസ്സ് ആ തേൻ നുകരാൻ കൊതി പൂണ്ടു. ആ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തുമ്പോ ഇടയ്ക്ക് വെച്ച് നിർത്തിയ യാത്ര അവന്റെ കൈകൾ വീണ്ടും പുനരാരംഭിച്ചിരുന്നു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്